കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കെ അയൽ രാജ്യങ്ങളെ പിടികൂടാനുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും നീക്കങ്ങളിൽ പുതിയ 2 സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒന്ന് പാകിസ്ഥാനിലാണ്, 2 മാലദ്വീപുമായി ബന്ധപ്പെട്ടാണ്. മാലദ്വീപിൽ നിന്ന് മാലദ്വീപിലെ പ്രസിഡന്റ്, ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള പ്രസിഡന്റ് മുഹമ്മദ് മൊയ്യൂസ്, അദ്ദേഹം ഇന്ത്യയിലെത്തി പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ തിരക്കിട്ട ചർച്ചകൾ നടത്തി. ഒരുപക്ഷെ ഇന്ത്യയെ തള്ളിപ്പറയുകയും ഇന്ത്യൻ സൈന്യത്തെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ നിർബന്ധിക്കുകയും ചെയ്യുകയും ചൈന പക്ഷത്തേക്ക് മാറുകയും ചെയ്ത മുഹമ്മദ് മൊയ്സു ഇപ്പോൾ പശ്ചാത്താപ വിവശനായി ഇന്ത്യയുടെ സഹായം തേടി വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയെ എതിർത്ത് നിൽക്കുകയും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറഞ്ഞ് എത്തിയിരിക്കുന്നൊരവസ്ഥയാണ് മുഹമ്മദ് മൊയ്സുവിൻ്റേത്. ഇന്ത്യയോട് ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ സഹായം തേടിയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ത്യ അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കുമെന്ന് തോന്നില്ല. എന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഔപചാരികതയുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയും മാലദ്വീപും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്, അത് നൂറ്റാണ്ടുകളുടെ ബന്ധമാണ്. അവിടെ റുപ്പേ കാർഡിൻ്റെ മാലദ്വീപിലുള്ള അതിൻ്റെ ഉപയോഗത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. ആ തരത്തിൽ ഇന്ത്യ എല്ലാ തരത്തിലും സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പല കാര്യങ്ങളും ഇന്ത്യക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. കാരണം ഇന്ത്യയുടെ സൈന്യമാണ് അവിടെ കാവൽ നിന്നിരുന്നത്. ആ സൈന്യത്തെ നിർബന്ധിച്ച് അവിടുന്ന് പറഞ്ഞയക്കുകയായിരുന്നു. ഇന്ത്യ യുദ്ധവിമാനങ്ങൾ അടക്കം അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളൊക്കെ അവിടേക്ക് കൊടുത്തതാണ്. എന്തായാലും ചൈനയുമായിട്ടുള്ള ആ ബന്ധത്തിൽ വിള്ളൽ വീണിരിക്കുന്നു. നിർണായക സമയത്ത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മാലദ്വീപ് കൂപ്പുകുത്തുമ്പോൾ ചൈന ഏതാണ്ട് കൈയൊഴിഞ്ഞു. ചൈന എപ്പോഴും ചെയ്യുന്ന രീതിയാണത്. ശ്രീലങ്കയിൽ ഇതുപോലെ കടക്കണി ഉണ്ടാക്കി അവിടുത്തെ രാജപാക്സന്മാർ രാജ്യം വിട്ടോടേണ്ടി വന്നപ്പോഴും ചൈന മൗനം പാലിക്കുകയായിരുന്നു. ബംഗ്ലാദേശിൽ ചൈന വലിയ സഹായമൊക്കെ ചെയ്താന്ന് പറഞ്ഞ് ചെയ്തില്ല. ഇത് പറയുമ്പോൾ തന്നെ പാകിസ്ഥാനിൽ വലിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്, പാകിസ്ഥാനിലെ കറാച്ചി എയർപോർട്ടിന് സമീപം വാഹനത്തിൽ കോൺവോയായി പോയിക്കൊണ്ടിരുന്ന ചൈനീസ് പൗരന്മാർക്കെതിരെ, അവിടുത്തെ സ്റ്റാഫാണ്, അവിടുത്തെ ഒരു പവർ കമ്പനിയിലെ ചൈനീസ് പൗരന്മാർക്കെതിരെ പാകിസ്ഥാനിൽ ആക്രമണമുണ്ടായിരിക്കുന്നു. സ്ഫോടനത്തിൽ 2 ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. ഒരുപക്ഷെ ചൈന പാകിസ്ഥാൻ ബന്ധത്തെ തന്നെ ഉലയ്ക്കുന്ന രീതിയിലുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ചൈന അതിശക്തമായ പ്രതിഷേധം പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഏതാണ്ട് 5.5 ലക്ഷം കോടിയുടെ സഹായമാണ് ചൈനയിൽ നിന്ന് സാമ്പത്തിക ഇടനാഴി സ്ഥാപിക്കാൻ. അവിടുത്തെ നാഷണൽ ഹൈവേ, അത് പാക് അധിനിവേശ കാശ്മീരിലൂടെ ഇന്ത്യയുടെ എതിർപ്പിനെ കടന്നാണ് ചൈനയുമായി ചേർന്ന് പാകിസ്ഥാൻ ആ സാമ്പത്തിക ഇടനാഴി നിർമ്മിച്ചത്. അതിന് ഏറ്റവും ഒടുവിലായി ഗ്വദ്ദോർ എന്ന തുറമുഖവും ചൈനീസ് സപ്പോർട്ടോടു കൂടിയാണ് നിർമ്മിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ടെത്തിയ 10,000 ചൈനക്കാർ അവിടെയുണ്ട്. ഈ ചൈനക്കാർക്കെതിരെ പാകിസ്ഥാനിൽ രോഷം ആളിക്കത്തുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഏതാണ്ട് കടക്കണിയിലാണ്. പ്രളയത്തിന് ശേഷം അവിടെ വല്ലാത്ത പട്ടിണിയുണ്ട്. ഇതിന് നടുവിൽ ചൈനക്കാർ വന്ന് ഇതൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നു എന്ന നിലയിൽ പാകിസ്ഥാൻ്റെ നിലപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ തമ്മിൽ നല്ല ബന്ധത്തിലാണെങ്കിലും പാകിസ്ഥാനും ചൈനയിലെയും ജനങ്ങൾ തമ്മിൽ ഉള്ള ബന്ധത്തിൽ വിള്ളൽ വന്നിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒക്ടോബർ 15, 16 തീയതികളിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മേളനം ഇസ്ലാമാബാദിൽ നടക്കുകയാണ്. പാകിസ്ഥാനാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ചൈനയുടെ പ്രധാനമന്ത്രി ലീ ക്യുയാങ്ങും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മലേഷ്യൻ പ്രധാനമന്ത്രി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ എത്തുന്നു. ആ നേതാക്കൾ എത്തുന്ന സമയത്ത് ഈ നടന്ന സ്ഫോടനം, അതുപോലെ തന്നെ ഇമ്രാൻഖാൻ്റെ പാർട്ടി പ്രഖ്യാപിച്ച പ്രതിഷേധ പ്രകടനം, അതിൻ്റെ പേരിലുള്ള ലാത്തി ചാർജ്, ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ അവസ്ഥയെ വല്ലാതെ കലങ്ങി മറിയുന്ന അവസ്ഥയിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ വല്ലാത്ത അരക്ഷിതാവസ്ഥയാണ്. ചൈനയെ പിന്തുണച്ച് ഇന്ത്യയെ അടിക്കാനായി ശ്രമിച്ചിരുന്ന പാകിസ്ഥാൻ ഇത് വല്ലാത്ത തിരിച്ചടിയാണ്. എന്ന് മാത്രമല്ല, പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ പാഠം പഠിപ്പിക്കാമെന്ന് കരുതിയ ചൈനയ്ക്കും തിരിച്ചടിയേറ്റിരിക്കുന്നു. ഈ സംഭവിച്ചതൊന്നും നല്ല കാര്യങ്ങളല്ല. പക്ഷേ ചൈന കൂടുതൽ പാകിസ്ഥാനിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ വകയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ശത്രുക്കൾ തമ്മിൽ അടിക്കുന്ന അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം വഷളാവുന്നത് ഇന്ത്യക്ക് ആശ്വാസകരമാണ്. അല്ലാതെ സ്ഫോടനത്തിൽ ആൾക്കാർ കൊല്ലപ്പെടുന്നതിന് ആരും അനുകൂലിക്കില്ല. എന്തായാലും ഈ പാകിസ്ഥാനിലും മാലദ്വീപിലും ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം
ചൈനയുടെ വലിയ ഒരു സാമ്രാജ്യത്വ മോഹങ്ങൾക്കേറ്റ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അത് ആ തരത്തിൽ ഇന്ത്യക്ക് രാഷ്ട്രീയമായിട്ട് നേട്ടമാണെന്ന് പറയാതെ വയ്യ. മുഹമ്മദ് മൊയ്സുവിനെ പോലൊരാൾ 5 ദിവസം ഇവിടെ വന്ന് തങ്ങി കാലെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ മുമ്പിൽ. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ മുഹമ്മദ് മൊയ്സു പറഞ്ഞത് ഇന്ത്യയിലേക്ക് പോകുന്നത്, ഇന്ത്യയിൽ നിന്ന് എല്ലാ കാലത്തും ഇന്ത്യ മാലദ്വീപിനെ സഹായിച്ചിട്ടുണ്ട്, സഹായം തേടി പോവുകയാണെന്ന് പറഞ്ഞത്. മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വന്ന സമയത്താണ് 2 മാലദ്വീപിലെ സഹമന്ത്രിമാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വലിയ അധിക്ഷേപം ചൊരിഞ്ഞത്. അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു, പിന്നീട് സസ്പെൻഡ് ചെയ്തു, അവരെ പുറത്താക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയുമായിട്ട് കൂടുതൽ ചങ്ങാത്തം സ്ഥാപിക്കാനുള്ള മാലദ്വീപിൻ്റെ പുതിയ നീക്കങ്ങളുടെ ഭാഗമായിട്ട് ഇതിനെ കാണേണ്ടി വരും. അപ്പോൾ മാലദ്വീപിലും പാകിസ്ഥാനിലും ചൈനയ്ക്ക് തിരിച്ചടി ഏൽക്കുന്നു. ഇന്ത്യയുമായിട്ട് വലിയ സുഹൃത്ബന്ധം സ്ഥാപിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയുടെ സ്റ്റേറ്റ്സ് ഈ 2 രാജ്യങ്ങളിലും കൂടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പുറത്താവുകയും ശ്രീലങ്കയിൽ ഇന്ത്യക്ക് അത്ര അനുകൂലമല്ലാത്ത പ്രത്യേകിച്ച് ഒരു മാർക്സിസ്റ്റുകാരനായിട്ടുള്ള നേതാവ് പ്രധാനമന്ത്രിയായിട്ട് വരികയൊക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഒരു തിരിച്ചടിയിൽ നിൽക്കുമ്പോഴാണ് ഈ പുതിയ 2 സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിലെ സ്ഫോടനത്തിൽ ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെടുന്നതും മാലദ്വീപിൽ നിന്ന് പ്രസിഡന്റ് സഹായം തേടി ഇന്ത്യയിലെത്തുന്നതും ഒരു തരത്തിൽ ഇന്ത്യക്ക് അല്പം ആശ്വസിക്കാൻ വക നൽകുന്നതാണ് ഈ 2 സംഭവവികാസങ്ങളും എന്ന് പറയാതെ വയ്യ.